ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു ടോപ്പ്, നമ്മളെ ജീൻസിൽക്കും പലാസോയിൽക്കും ഒക്കെ ഇടാൻ പറ്റിയൊരു ടോപ്പ് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാൻ ഒരാളില്ല. രാത്രി 11 മണി ആയിക്കണം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ വീഡിയോ സ്റ്റാൻഡ്, ഫോൺ വെക്കുന്ന സ്റ്റാൻഡ് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഫോൺ വയ്ക്കാനും ഒരു സെറ്റപ്പില്ല. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യുന്നത് കാണിക്കാം. ആദ്യം തന്നെ ഈ തുണി മെറ്റീരിയൽ ഞാനിങ്ങനെ 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗം ഞാൻ നിൽക്കുന്ന സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കട്ട് പീസ്, വേറൊരു ഇത് തയ്ച്ചതിൻ്റെ ബാലൻസ് പീസാണ്. അതാണ് ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെറിയൊരു ടോപ്പ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഫസ്റ്റ് നമ്മൾ അംബ്രല കട്ടിങ് ചെയ്യും പോലെ നമ്മൾ ഈ കോർണറിൽ നിന്ന് ഇതിൻ്റെ അറ്റത്തേക്ക് ഇതിൻ്റെ ലെങ്ത്ത് പിടിക്കുക. ശേഷം നമ്മൾ ചുറ്റും സെയിം ലെങ്ത്തിൽ ഇങ്ങനെ റൗണ്ടിന് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 23 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ സർക്കിൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് വരച്ച് കണ്ടില്ലേ? ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തും നമ്മൾ ഈ കോർണറിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും 23 ഇഞ്ച് ഉണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. അങ്ങനെയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ശേഷം ഞാൻ ഇതിൻ്റെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഒരേ ലെങ്ത്തും വിഡ്ത്തും വെച്ചിട്ടാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത്. ഇത് 11 വയസ്സായ മോൾക്കാണ് കേട്ടോ. അപ്പോൾ ചെറിയ നെക്കാണ്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ ഷോൾഡർ അടക്കം ആണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും, പക്ഷേ നമ്മളത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ സ്ലീവ് ഇവിടെ നിന്ന് താഴേക്ക് ചെരിച്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ പിന്നെ ഒരു ഹാഫ് സർക്കിളായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്തിരി ലൂസായിട്ട് കിടക്കുന്ന സ്ലീവാണ്. ഇവിടെ നിന്ന് ആം ഹോളിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ അടിയിൽ ഇതേപോലെ ഹാഫ് സർക്കിൾ വരച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്നും ഇതുപോലെ ഈ പിന്നെ ആം ഹോളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? ഇതുപോലെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങോട്ട് ആം ഹോളിലേക്ക്, പിന്നെ വീണ്ടും താഴേക്ക്, പിന്നെ നമ്മൾ ഇതേപോലെ സർക്കിൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ സർക്കിളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. ഇതുപോലെ നിങ്ങൾക്ക് പേന കൊണ്ടാണ് വരച്ചിട്ടുള്ളത്, അതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യേണ്ടത്. ഇത് നമുക്കിനി കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് എന്നുള്ളത്. ഇപ്പം ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ഇതുപോലെയാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. നിവർത്തി പിടിക്കുമ്പോൾ ഇത് ഇതുപോലെ വരും. ഇത് വേണമെങ്കിൽ നമുക്ക് അടിഭാഗം ഫ്രണ്ട് പോർഷന് കയറിയിട്ടും ബാക്ക് പോർഷന് ഇറങ്ങിയിട്ടും അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേ സൈസിലാണ് അടിഭാഗം കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് അടിയിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ ഫ്രില്ല്, അതുപോലെ തന്നെ സ്ലീവിൻ്റെ അറ്റത്തും ഞാൻ ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം സൈഡ് രണ്ടും കൂട്ടിയടിക്കുക, കഴുത്ത് കവർ ചെയ്തടിക്കുക. ഇത്രയേ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയൊരു ടോപ്പാണിത്. അടിയിലും അതുപോലെ തന്നെ നമ്മൾ സ്ലീവിലും ഫ്രില്ലിട്ടതിന് ശേഷം ഇതുപോലെയാണ് ടോപ്പ് ഉണ്ടാവുക. അപ്പോൾ ടോപ്പ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.